തിരുവനന്തപുരം SITയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചതായി പരാതി. കരിക്കകം സ്വദേശി ശിവപ്രിയയാണ് പ്രസവത്തെ തുടർന്ന് മരിച്ചത്. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഒക്ടോബർ 22-ാം തീയതിയായിരുന്നു പ്രസവം നടന്നത്. പ്രസവശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയ ശിവപ്രിയയെ വീണ്ടും അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. 22-ാം തീയതി പ്രസവിച്ച് സുഖപ്രസവമായിരുന്നു. ഇവിടുന്ന് 2-ാം ദിവസം വിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ പനി വന്ന് ഇത് കണക്ക് വീണ്ടും ഇവിടെ കൊണ്ടുവന്നപ്പം സംസാരിച്ച് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ICUന്ന് ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി മാറ്റി. അത് കഴിഞ്ഞ് 1 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വെന്റിലേറ്ററിലായി. പിന്നെ അത് കഴിഞ്ഞ് മെനഞ്ഞാന്ന് കണ്ണു തുറന്ന് സംസാരിക്കും. ഈ നമ്മൾ സംസാരിക്കണതൊക്കെ മനസ്സിലാക്കി തലയാട്ടൊക്കെ ചെയ്ത് ഇന്നായപ്പോഴും പറയണ് ഇടത് ലെൻസിൽ ക്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ പറഞ്ഞ് ഒരു 12 മണിയായപ്പോൾ ആള് പോയി. ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഈ കുട്ടിയുടെ ഡെലിവറി എടുത്തിരിക്കുന്നത് വളരെ ജൂനിയർ ആയിട്ടുള്ള ഡോക്ടർമാരാണ് എടുത്തിരിക്കുന്നത്. അതിൽ പ്ലാസൻ്റ റിമൂവ് ചെയ്തിട്ടില്ല. അതാണ് ഇൻഫെക്ഷനുള്ള കാരണം. ഇത് ഇരുന്ന് ഇൻഫെക്ഷൻ ആയിട്ടാണ് മുകളിലേക്ക് വ്യാപിച്ച് രക്തത്തിലൊക്കെ ഇൻഫെക്ഷൻ കലർന്നിട്ടാണ് ഈ കുട്ടി ഇപ്പം മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം നടത്തി ഞങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലുള്ള ഡോക്ടേഴ്സ് അവരുടെ അനാസ്ഥ കൊണ്ടാണ് ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ശക്തമായ നിയമ നടപടിയായിട്ട് പോകും. ഈ ബോഡി ഏറ്റുവാങ്ങില്ല. അധികൃതർ വന്ന് ഞങ്ങളോട് പറയണം. പോസ്റ്റ്മോർട്ടം ചെയ്ത് കാരണക്കാരായ ഡോക്ടേഴ്സിന് തക്കതായ ശിക്ഷ കൊടുക്കാമെന്ന് പറയുന്നത് വരെ ഞങ്ങൾ ഈ ബോഡി ഏറ്റുവാങ്ങില്ല. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാനായി. പ്രശാന്ത്, വേണുവിൻ്റെ ആ ശബ്ദ സന്ദേശം, അതിൻ്റെ ആ ഒരു അലിവിലി, ആ വേദന ഇപ്പോഴും കേരളത്തിൻ്റെ മനസ്സാക്ഷി മറന്നു കാണില്ല. അതിന് പിന്നാലെ ഇതാ വീണ്ടും ഒരു ഗുരുതരമായ ചികിത്സാ പിഴവ് സംഭവിക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? ചോദിച്ചു പോവുകയാണ് ശ്യാം, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. കാരണം ഒന്നിനു പിറകെ ഒന്നായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇങ്ങനെ ചികിത്സാ പിഴവുകളുടെ ഒരു വലിയ സങ്കേതമായി മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ വീണ്ടും ഏറ്റവും വേണുവിൻ്റെ വേദന മാറുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോൾ അടുത്ത ഒരു ചികിത്സാ പിഴവ് കൂടി ഉണ്ടായിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൾട്ടി സ്പെഷ്യാലിറ്റിക്ക് മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് ഒരു 26-കാരിയുടെ ജീവൻ പൊളിയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. പ്രസവ ചികിത്സയിൽ തുടർന്നാണ് എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മാസം 22-ാം തീയതി ഈ കരിക്കകം സ്വദേശിയായ ശിവപ്രിയ പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രിയിൽ എത്തുന്നതാണ്. 22-ാം തീയതി ആയിരുന്നു പ്രസവം. അതിനുശേഷം തുടർന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയതിനു ശേഷം വീണ്ടും അസുഖത്തെ തുടർന്നാണ് വീണ്ടും ആശുപത്രിയിൽ എത്തുന്നത്. SITയിലേക്ക് കൊണ്ടുവരികയും അവിടുന്ന് മൾട്ടി സ്പെഷ്യാലിറ്റിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതിനുശേഷം വീണ്ടും രോഗം മൂർച്ഛിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. വീണ്ടും രോഗം മൂർച്ഛിക്കുകയും തുടർന്ന് ഇത്തരത്തിൽ മരണം സംഭവിക്കുന്ന നിലയിലേക്ക് എത്തി എന്നാണ് ഇപ്പോൾ ഈ ബന്ധുക്കളടക്കം നമ്മളോട് പറയുന്നത്. അതായത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഇവിടെ ഉണ്ടായി നിൽക്കുന്നത്. ഇപ്പോൾ ഈ മൾട്ടി സ്പെഷ്യാലിറ്റിക്ക് മുന്നിലാണ് ഇവിടെ ഈ ശിവപ്രഭയുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഭർത്താവും എല്ലാം ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ കരിക്കകം സ്വദേശിയാണ് ശിവപ്രിയ. നമുക്കിപ്പോൾ ഈ അങ്ങനെ ഒരു വലിയ അന്തരീക്ഷം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരെ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും കടുത്ത അനാസ്ഥയാണ് ഉണ്ടായത്. ആ അനാസ്ഥയാണ് ഇത്തരത്തിലുള്ളൊരു മരണത്തിലേക്ക് എത്തിച്ചതെന്നാണ് ഈ ബന്ധുക്കളടക്കം ആരോപിക്കുന്നത്. ബന്ധുക്കളടക്കം പറയുകയും ചെയ്തത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ കരിക്കകം വാർഡ് കൗൺസിൽ ചേരുന്നുണ്ട്. ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വലിയ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നാണ് ബന്ധുക്കളടക്കം ആരോപിക്കുന്നത്. നമ്മുടെ ഈ സംസ്ഥാനത്ത് തുടർച്ചയായി മെഡിക്കൽ കോളേജുകളിലും ഗവൺമെൻറ് ആശുപത്രികളിലും സംഭവിച്ചിരുന്ന കാര്യം ഇന്ന് വീണ്ടും നമ്മുടെ ഇവിടെ കരിക്കകത്തുള്ള നമ്മുടെ ഒരു പ്രിയങ്കരിയായ കുട്ടി നമ്മളെ നിന്ന് വിട്ടുപോയി. തികച്ചും ഇത് സർക്കാരിൻ്റെ വലിയൊരു അനാസ്ഥയാണ്. അതിനെതിരെ ജനകീയപരമായിട്ടും നാട്ടുകാരെന്നുള്ള നിലയ്ക്കും അല്ലാതെ രാഷ്ട്രീയപരമായിട്ടും എല്ലാം ഞങ്ങൾ ശക്തമായിട്ട് തന്നെ പ്രതിഷേധിക്കും. ഇതിന് തക്കമായ മറുപടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ അല്ല അധികാരികളോ നമുക്ക് തരണം. അതുവരെ ഞങ്ങളിവിടെ മൊത്തത്തിൽ ഒരു പ്രതിഷേധമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. വലിയ രീതിയിലൊരു ചികിത്സാ പിഴവ് ഈ ആശുപത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്നാണ് ബന്ധുക്കൾ നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുന്നത്. അവരുടെ പറയുന്നത് അതായത് ഈ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കി തീർത്തത് തന്നെ ഇവിടുത്തെ ഈ ആശുപത്രി അധികൃതരുടെ ഒരു അനാസ്ഥ തന്നെയാണെന്നാണ്. തികച്ചും പൂർണ്ണമായിട്ടും ആശുപത്രി അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് ഈ മരണത്തിന് കാരണം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബന്ധപ്പെട്ട മന്ത്രിതലത്തിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇതിനുള്ളൊരു വഴി കണ്ടെത്തിയില്ലെങ്കിൽ വീണ്ടും ആരോഗ്യവകുപ്പിൻ്റെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള RDO ഉൾപ്പെടെയുള്ളവർ വന്ന് അവരുടെയൊക്കെ നേതൃത്വത്തിലായിരിക്കണം ഈ കുട്ടിയുടെ ഈ ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത്.
ശ്യാം, ഈ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം കൃത്യമായിട്ടൊരു എന്താണ് സംഭവിച്ചത് കുട്ടിക്ക് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഭൗതിക ശരീരം സ്വീകരിക്കുകയുള്ളൂ എന്നാണ് ബന്ധുക്കളടക്കം നേരത്തെ നമ്മളോട് പറഞ്ഞത്. അതായത് ഈ നമ്മൾക്കിപ്പോൾ നമ്മളോടൊപ്പം ഈ കുട്ടിയുടെ അതായത് ഈ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള അനാസ്ഥയാണ്, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ചികിത്സ നൽകാത്തതാണ് ഇത്തരത്തിലുള്ള ഈ ഒരു രീതിയിലേക്ക് ശിവപ്രയുടെ മരണത്തിലേക്ക് എത്തിച്ചതിന് കാരണമായി പോയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഒക്ടോബർ 22-ാം തീയതി ആയിരുന്നു പ്രസവം നടക്കുന്നത്. അതിനുശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടുമ്പോഴും ശിവപ്രിയയ്ക്ക് അസുഖമുണ്ടായിരുന്നു, പനി ഉണ്ടായിരുന്നു. എന്നാൽ ഇത് കൂട്ടാക്കാതെയാണ് ഈ ആശുപത്രി അധികൃതർ ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കുന്നത്. വീട്ടിൽ പോയതിനു ശേഷം ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോയതിനു ശേഷവും അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ബന്ധുക്കൾ പറയുന്നത് മറുപിള്ള നീക്കം ചെയ്യുന്നതടക്കം നീക്കം ചെയ്യാതെയാണ് ഈ ഓപ്പറേഷൻ അടക്കം നടന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ കൂടി ഇൻഫെക്ഷനാണ് ഈ ശിവപ്രിയയെ ബാധിച്ചതും തുടർന്ന് ഇത്തരത്തിൽ അസുഖം മൂർച്ഛിക്കുന്ന നിലയിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. ഈ തിരുവനന്തപുരത്തേക്ക് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിൽ പോലും തുടർന്നും ചികിത്സ വേണ്ടത്ര രീതിയിൽ ലഭിച്ചില്ല എന്നാണ് ഈ ശിവപ്രിയയുടെ ഭർത്താവ് തന്നെ നേരത്തെ നമ്മളോടൊപ്പം പ്രതികരിച്ചത്. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ളൊരു നിലയിലേക്ക് എത്തിയതിന് കാരണമായത്. അതായത് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഉണ്ടായെന്നാണ് പറയുന്നത്. ഹലോ, അതായത് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഈ ചികിത്സ കൃത്യമായി നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ഇത്തരം ഒരു സംഭവത്തിന് കാരണമായി പോയതെന്നാണ് ബന്ധുക്കളടക്കം പറയുന്നത്. വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവുകളുടെ ഒരു കേന്ദ്രമായിട്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. നമുക്കറിയാം, ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ സംഭവിക്കുന്നൊരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഒരു സംഭവം നടന്ന് അതായത് കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരാളുടെ മരണം നടന്നിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നത് അല്ലെങ്കിൽ ദിവസങ്ങൾ പിന്നിടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് വീണ്ടും അടുത്ത ഒരു സംഭവം കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടാകുന്നത്. അടുത്തൊരു ചികിത്സാ പിഴവ് കൂടി ഉണ്ടാകുന്നത്. കരിക്കകം സ്വദേശിയായ യുവതി, 26 വയസ്സുള്ള യുവതിയാണ് പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് മരണപ്പെടുന്ന നിലയിലേക്ക് എത്തിയത്. ആ ഡിസ്ചാർജ് വാങ്ങിപ്പോയ യുവതിക്ക് വീണ്ടും അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും പ്രവേശിക്കുകയായിരുന്നു. ആദ്യം ഫോർട്ട് ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സ തേടിയത്. അവിടെ കുട്ടിക്ക് അനക്കമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് SIT ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. SIT ആശുപത്രിയിൽ ചികിത്സ നടത്തി. അവിടെ പ്രസവം നടന്നു. ആ പ്രസവശേഷവും ഈ മരണപ്പെട്ട ശിവപ്രിയയ്ക്ക് പനി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പനി ഉണ്ടായിരിക്കുമ്പോൾ തന്നെയാണ് ഡിസ്ചാർജ് നൽകുന്നതും ഡിസ്ചാർജ് നൽകി വീട്ടിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുകയും ചെയ്തത്. അവിടെ നിന്നുമാണ് വീണ്ടും രോഗം കൂടുകയും ഇത്തരത്തിൽ വീണ്ടും ആശുപത്രിയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ആദ്യം SIT ആശുപത്രിയിലേക്കാണ് എത്തുന്നത്. അവിടെ നിന്നും മൾട്ടി സ്പെഷ്യാലിറ്റിയിലേക്ക് മാറ്റുകയാണ്. അവിടെ ICUയിലേക്ക് മാറ്റി അവിടെ ചികിത്സയിൽ തുടരുകയായിരുന്നു. ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ രോഗം മൂർച്ഛിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കൃത്യമായ കാരണം അതായത് ഈ രോഗവിവരമടക്കം കൃത്യമായിട്ട് പങ്കുവയ്ക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നതടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ ആരോപണമായി പറയുന്നുണ്ട്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ളൊരു ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി. അതാണ് ഈ മരണത്തിലേക്ക് നയിച്ചതിന് കാരണമെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. അതായത് ഇൻഫെക്ഷൻ അടക്കം ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായി. എന്നാൽ ഇത് ആശുപത്രിയിൽ നിന്നുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അതിൽ കൃത്യസമയത്തൊരു ചികിത്സ നൽകുവാനോ അല്ലെങ്കിൽ ഈ രോഗിയായ അതായത് ഈ പ്രസവ ചികിത്സയ്ക്കെത്തിയ യുവതിയെ പരിശോധിക്കുന്നതടക്കമുണ്ടായിട്ടുള്ള വീഴ്ചകൾ ഇവിടെ ഈ ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മളോടൊപ്പം തന്നെ ഈ മരിച്ച ശിവപ്രിയയുടെ ഭർത്താവ് പ്രതികരിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴും ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ആണ് അനാസ്ഥ ഉണ്ടായതെന്ന് തന്നെയാണ് ഈ അനാസ്ഥയാണ് ഇത്തരത്തിലുള്ളൊരു നിലയിലേക്ക് എത്തിച്ചതെന്നാണ് ഒരു 1.5 ലക്ഷത്തിലധികം രൂപ ചെലവായിട്ട് പറയുന്നത്. പറഞ്ഞോളൂ. സംഭവിച്ചത് ഡെലിവറിക്ക് ശേഷം ഇൻസ്പെക്ഷൻ ഉണ്ടായതാണ്. അതിനുശേഷം എൻ്റെ ചേച്ചി ഈ ഒരു അവസ്ഥയിലായത് മരിച്ചുപോയത്. അവർ നേരച്ച് ആ ഒരു ക്ലീനിങ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേരച്ച് നോക്കി നല്ലപോലെ മോണിറ്റർ ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നേരച്ച് ഭേദമാവാത്തൊരു പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടുകൊണ്ടല്ലേ ഇങ്ങനെ കൊണ്ടുപോയത്. തിരിച്ച് ആ SIT തന്നെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ICUയിലോട്ട് ആക്കണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നേരെ ICUയിലോട്ട് കൊണ്ടുവന്നു. ഇവിടെ ഒരു 13 ദിവസം അടുപ്പിച്ച് ICUയിലോട്ട് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം വീണ്ടും SITയിലേക്കാണ് കൊണ്ടുവന്നതല്ലേ? SITയിലാണ് കൊണ്ടുവന്നത്. അവിടെയാണല്ലോ ഡെലിവറി ചെയ്തത്. അപ്പോൾ അവിടെ തന്നെ കൊണ്ടുവന്ന് കാണിച്ച് അപ്പോഴാണ് പറഞ്ഞത് എന്തോ സ്റ്റിച്ചിൻ്റെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇത്രയായത്. തുടർന്ന് ഇവിടെ എത്തിച്ചിട്ടോ? ഇവിടെ എത്തിച്ചതിന് ശേഷം ചികിത്സയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് വരും,
അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് അതങ്ങ് പോകും, പിന്നെ അടുത്ത ദിവസം അടുത്ത ഇമ്പ്രൂവ് വരും. എന്താണ് സംഭവിച്ചതെന്ന് ആശുപത്രിയുടെ അധികൃതർ പറഞ്ഞില്ലല്ലേ? അവർ എന്താണെന്ന് എന്ന് വെച്ചാൽ എന്തോ ഒരു ബാക്ടീരിയ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്ടീരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് കാരണമാണ് ഇതുണ്ടായത്. പക്ഷേ ഈ ഒരു ബാക്ടീരിയ റിപ്പോർട്ട് വരാനായിട്ട് 4 ദിവസം എടുത്തു. ഈ 4 ദിവസം കൊണ്ട് എവിടെയൊക്കെ കയറണം അവിടെയൊക്കെ കയറിയിട്ടുണ്ട്. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻ്റ് റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രി അധികൃത ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം, അല്ലെങ്കിൽ എന്താണ് ഈ അസുഖം ഉണ്ടാകാൻ കാരണം, ഇങ്ങനെ രോഗം മൂർച്ഛിക്കുന്നതിന് കാരണം എന്നതിനൊരു വിശദീകരണം നിങ്ങൾക്ക് നൽകിയില്ല, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല? ഇല്ല, ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. നമുക്ക് അതുപോലെ പറഞ്ഞാൽ തന്നെ മെഡിക്കൽ നമുക്കങ്ങനെ പറയാൻ സംസാരിക്കുന്ന അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾ മെഡിസിൻസൊക്കെ നമ്മൾ SIT നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സപ്പോർട്ടുണ്ടായിരുന്നു. മെഡിസിൻസൊക്കെ SIT നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു ഇത് തന്നെ ബാക്ടീരിയയുടെ കുഴപ്പം തന്നെയാണ്. അതിൻ്റെ ഇന്നലെ മെനിങ്ങാന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു വേരിയേഷൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വീട്ടിൽ ചെന്നതിന് ശേഷവും അസുഖം ഉണ്ടായിരുന്നു ശിവപ്രിയക്ക്? ഇല്ല, അവിടെ വീട്ടിൽ പോയി ഒരു പനി വന്നു. ആ പനി കാരണമാണ്. പനിയോട് കൂടിയല്ലേ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്? അല്ലല്ല, അവിടെ പോയിനാണ് പനി പറഞ്ഞത്. പനി വന്ന് അങ്ങനെ എന്തോ ആണ്. അതിനുശേഷമാണ്, അതായത് ഈ സ്റ്റിച്ച് പൊട്ടി ഇൻഫെക്ഷൻ ആയത് അറിയാമല്ലോ, അതുകൊണ്ടാണ് ഈ ബ്ലഡിൽ മിക്സ് ആയതും ബ്ലഡിൽ നിന്ന് നേരെ ലങ്സിൽ വന്നതും. ചേച്ചിക്ക് ലങ്സിൽ ഈ ഒരു നീർക്കെട്ട് വന്നപ്പോൾ ചേച്ചിക്ക് ശ്വാസം വിടാൻ പറ്റാതായപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി വെന്റിലേറ്ററിലോട്ട് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 9 ദിവസം അടുപ്പിച്ച് വെന്റിലേറ്ററിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് 9 ദിവസമൊക്കെ വെന്റിലേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാവും, അത് മാറ്റിയിട്ട് നമുക്ക് ട്രക്കോസ്മി ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ട്രക്കോസ്മി ചെയ്യുന്നതിന് മുമ്പ് വരെ ചേച്ചി കണ്ണൊക്കെ തുറക്കുമായിരുന്നു. ട്രക്കോസ്മി ചെയ്തതിന് ശേഷം ചേച്ചി കണ്ണ് തുറന്നിട്ടില്ല. ഇന്ന് രാവിലെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഷീസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ശ്യാം, അത് തന്നെയാണ്. ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ ശിവപ്രിയയുടെ മരണം സംഭവിക്കുന്നത്. നമുക്കിവിടെ സംസാരിച്ചത് ശിവപ്രിയയുടെ സഹോദരനാണ്. ഈ ഓരോ കാര്യവും ശിവപ്രിയയുടെ സഹോദരൻ പറയുകയും ചെയ്തു. അതായത് തുടക്കത്തിൽ തന്നെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച, ആ വീഴ്ചകൾ ഈ ശിവപ്രിയയുടെ സഹോദരൻ പറഞ്ഞു. അതുകൊണ്ട് ഈ വീഴ്ചയാണ് ഇത്തരത്തിൽ മരണം സംഭവിക്കുന്ന നിലയിലേക്ക് എത്തിയതെന്ന് തന്നെയാണ് ആ കുടുംബവും ആരോപിക്കുന്നത്. നേരത്തെ ഫോർട്ട് ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയിരുന്നത്. ചികിത്സ തേടിയതിനു ശേഷം കുട്ടിക്ക് അനക്കമില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഫോർട്ട് ആശുപത്രിയിൽ നിന്നും ഈ തിരുവനന്തപുരത്ത് SIT ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവന്നതിന് ശേഷം പ്രസവം നടക്കുന്നത് വരെ, പ്രസവിച്ചതിന് ശേഷവും കൃത്യമായ രീതിയിലൊരു പ്രസവ ശുശ്രൂഷ എന്ന നിലയിൽ നൽകിയില്ല, അല്ലെങ്കിൽ ഒരു ചികിത്സ നൽകിയില്ല എന്നാണ് കുടുംബം പറയുന്നത്. അതാണ് ഇത്തരത്തിൽ ഒരു നിലയിലേക്ക് സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഈ നിലയിൽ ദാരുണമായൊരു സ്ഥിതി കുടുംബത്തിലെത്തിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് ആശുപത്രി അധികൃതർ തന്നെയാണെന്നാണ് കുടുംബം പറയുന്നത്. കാരണം അത്തരം ഒരു അതായത് സ്റ്റിച്ച് രൂപയാണ് ഈ പ്രസവത്തിനായി കുടുംബം ചെലവഴിച്ചത്. എന്നിട്ടും പ്രസവം കഴിഞ്ഞ് വീട്ടിലെത്തിയ യുവതിക്ക് വലിയ രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യം സംഭവിക്കുകയും പിന്നീട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം, അണുബാധ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദാംശങ്ങളാണ് പ്രശാന്ത് കൃത്യമായി തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചത്.